വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കയുടെ ഇതുവരെ കാണാത്തൊരു പെർഫോമൻസ് ആണ്. നമുക്ക് ആസ് എ വില്ലൻ പൊളിച്ചു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടുന്നത് വിനായകനാണോ? വിനായകനുണ്ട്. വിനായകൻ മമ്മൂക്ക കട്ടയ്ക്ക് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ബട്ട് മമ്മൂക്ക ഈസ് മമ്മൂക്ക. അങ്ങനെ ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണത്. അത് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ള ഇത് പോകും. സ്ലോ പേസിൽ പോണ പടമല്ലേ, അതുകൊണ്ട് ലാഗോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, നമുക്ക് ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സംഭവം ശേഷം ജിതിൻ ജോസിന്റെ നല്ല പടമാണ്. ചെറിയൊരു ലാഗുണ്ട്, എങ്കിലും കുഴപ്പമില്ല. പടം മമ്മൂട്ടി നടിയുണ്ട്, വിനായകനും കുഴപ്പമില്ല. വിനായകൻ തന്നെയാണ് തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയ്യടി വിടുക. വിനായകനല്ല, മമ്മൂട്ടിക്ക് തന്നെയാണ്. വില്ലൻ തന്നെയാണ് കൈയ്യടി. അതെ. വിനായകൻ ആസ് എ പോലീസ് ഓഫീസറായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ആദ്യം ചെയ്യുന്നൊരു വേഷമായിരുന്നു. നല്ല പടം തന്നെയാണ്. ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ? അവരൊക്കെ ജസ്റ്റ് ഒരു ഷോട്ടിൽ കാണിച്ചു പോകണം മാത്രമേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് റോള് രജീഷ വിജയനാണ്, ശ്രുതി രാമേന്ദ്രനാണ്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു സൈക്കോ ത്രില്ലർ പടമാണത്. സൈക്കോ ത്രില്ലറാണ്, കണ്ടിരിക്കാൻ നമുക്ക്. നായകനിൽ നിന്ന് മാറി നമുക്ക് ഒരു വില്ലനായപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമുക്ക് പക്ഷേ ആ വില്ലനായിട്ട് തോന്നില്ല. നമ്മൾ ആ മമ്മൂട്ടിനെ ആരുമല്ല കാണുന്നത്, പക്ഷേ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ്. ഫുൾ ടൈം ആ സ്കോർ ഉണ്ട്. സ്ലോ പേസിലല്ലേ പടം? എങ്ങനെയുണ്ട് മമ്മൂക്ക? വിനായകനാണ് ഞെട്ടിച്ചത്. ക്ലൈമാക്സ് പഞ്ചിലാലൊക്കെ അടിപൊളിയാണ്. മൊത്തത്തില് ഒരു സൈക്കോ ത്രില്ലർ ഞെട്ടുന്ന പടമാണോ? അതെ. നന്നായിട്ട് മമ്മൂക്ക മൊത്തത്തില് പടത്തെ കണ്ട് എങ്ങനെയാണ് തോന്നിയത്? മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഒരു സ്ലോ പേസിലൊക്കെ അല്ലേ പടം പോണേ, അപ്പൊ അത് കാരണം നമുക്ക് ലാഗോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമല്ല, ത്രില്ലിംഗ് ആൻഡ് എൻഗേജിങ് പെർഫോമൻസ് വൈസ് ആണ് പോയിക്കണത്. എക്സ്പെക്ടേഷൻ പീക്ക് ലെവലില്ലെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, എബവ് ആവറേജ് ഉണ്ട്. വിനായകൻ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. വിനായകനും മമ്മൂട്ടി ഒരേപോലെ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരേ മലയാളത്തിൽ വരാത്തൊരു സൈക്കോ ത്രില്ലർ പടമാണോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു സ്ലോ പേസിലൊക്കെ അല്ലേ പോണേ, അപ്പൊ സ്ലോ പേസിലാണെങ്കിലും നമുക്ക് കണ്ടിരിക്കാനുള്ളതുണ്ട്. എൻഗേജിങ് ആണ്. പെർഫോമൻസ് മമ്മൂട്ടിയുടെ ഒന്നും പറയാനില്ല, ഒരു വെറൈറ്റി. രണ്ടുപേരും നന്നായിട്ടുണ്ട്, മമ്മൂട്ടി ഫാമിലിയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന എത്രത്തോളം അറിയില്ല. സൂപ്പറാ, ഫിലിം സൂപ്പറാ.